ചെറിയൊരു വീഡിയോ ഒന്ന് നോക്കാൻ വെറുതെ ഒരു രസമല്ലേ. വീഡിയോ ഒന്നും ഇടല്ല. അവിടെയുള്ള കഴുകും തൈ വെച്ച് കാട് പിടിച്ച് പോകുന്നു. തൈ വെച്ചോ വാഴ ഞാൻ കുറേ കഷ്ടപ്പെട്ട് കൊണ്ടേ നിൽക്കുന്ന സ്ഥലത്താണ് ഞാൻ വണ്ടിയിലത്. ഈ വണ്ടീൻ്റെ അകത്ത് തന്നെ കൊണ്ടത്. ഈ വണ്ടീൻ്റെ അകത്ത് തന്നെ കൊണ്ടത്. വണ്ടി ഉണ്ടാവും. വണ്ടി സ്റ്റാർട്ടിങ്ങില്ല. ഇപ്പോൾ അത് നന്നാക്കണം. ഇത് മറ്റേ വണ്ടിയാണ്, കറണ്ടിൻ്റെ സ്ഥലത്ത് നിന്ന്. അത് ഞാൻ കുറേ കഷ്ടപ്പെടി വാഴ, ചെറിയൊരു വാഴ, മറ്റേ റോബസ്റ്റാണ്. വാഴേൻ്റെ അവസ്ഥ ഇല നല്ല രസമില്ലേ കാണാൻ? നല്ല വീതിയായിട്ട്, നല്ല വീതിയുള്ള ഇല. ചെറിയ ഒരു കന്ന് മാത്രം കിട്ടി. അതൊരു എൻ്റെ ഒരു കൈയിൻ്റെ ഉള്ളിൽ ഒതുക്കുന്ന ഒരു കന്നേന് ഞാൻ കൊണ്ടുവന്നു. ഇപ്പോൾ ഒരാൾ പൊരിച്ച് ചാടി എടുക്കുന്ന എല്ലാം എടുത്തിട്ട് കൊണ്ടുവന്നു. ഞാൻ മരനാട്ടിലുണ്ട്. ചന്ദനം വള്ളി കയറ്റി. ഇതെല്ലാം നോക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കാര്യമുള്ളൂ. നോക്കാൻ ആരുമില്ല. ഇതാ പ്രശ്നം. കാട് പിടിച്ചു. നല്ല ബ്രൂണ് കൊടുക്കണല്ലേ. നേരത്തെ അതൊരു ബ്രൂൺ ചെയ്തിട്ടൊരു ശരിയായിട്ട് വരുന്നില്ല. ബ്രൂൺ ചെയ്ത് അത് കുറേ കഴിഞ്ഞിട്ട് ഞാൻ ബ്രൂൺ ചെയ്യേണ്ട ഉള്ളൂ. നല്ല ശരിയായിക്കോളും. ശരിയായി തരാനുണ്ടോ? ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റാൻ കാരണം വേണ്ട. വാഴ കഷ്ടപ്പെട്ട് വാഴ ഉണ്ടായിരുന്നു. ഇത് കൊലച്ചിട്ട് നല്ല ക്ലിയർ ആയിക്കഴിഞ്ഞാൽ നല്ല വലിയ കൊല കിട്ടും. വേണ്ട കൂമ്പ് വന്നിനത്ര. ഇത് അടുത്തരം കൊലയേ ഉണ്ടാവുള്ളൂ. ഈ വാഴയുണ്ടല്ലോ, ഇതിന് നേരെ ഡബിൾ വണ്ണുണ്ടാണ്, തടി ഉണ്ടാവണം. എന്നാൽ നല്ല കൊല കിട്ടും. കൊല എന്ന് വെച്ചാൽ ഒരു രണ്ടാൾക്ക് കൊല കൊത്തുമ്പോൾ വെച്ചാൽ രണ്ടാളുണ്ടെങ്കിലേ കൊല കൊത്താൻ കഴിയും. അമ്മാതിരി കൊലയായിരിക്കും. ഇതൊരു ചെറിയ അടുത്തരം കൊലയായിരിക്കും. വലിയ കൊലയൊന്നും ആയിരിക്കില്ല, എന്നാലും അടുത്തരം. അതൊരു കഷ്ടപ്പെട്ട് മാത്രം ഒരു കൊലച്ച് കൊല കാണുമ്പോൾ നല്ല വണ്ണം, ദൂരത്ത് നല്ല കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഇതിൻ്റെ കുണ്ടൻ്റെ വണ്ണം കണ്ട? ഈ വണ്ണത്തിനെക്കാട്ടി നേരെ ഡബിൾ വണ്ണം വേണം ഈ വാഴേൻ്റെ തട നല്ല വണ്ണം വേണം. എന്നാലേ പിന്നെ കൊല വണ്ണം ഉണ്ടാവും. ഗുളിക ഈ വാഴയും കൊലച്ചിട്ടുണ്ട്. ഇത് ഞാൻ അതിൻ്റെ അപ്പുറത്തുനിന്ന് കൊണ്ടുവന്നെ. അത് പിന്നെ മറ്റേ വെണ്ണീറ്റും പോവാണ്. വെണ്ണീറ്റും പോകാൻ കിട്ടാനില്ല. ഈ വാഴ ഇതും വേറെ ഒരു സൈസാണ്. ഇത് ഒരു നല്ലൊരു പേരാണ് ഈ വാഴക്ക്. കുറേ കകന്തയ ഒന്നും ശ്രദ്ധിക്കാൻ ആരുമില്ല. ഒറ്റക്കാണ് ഞാൻ. ഒന്ന് ശ്രദ്ധിക്കാൻ ആളില്ലായിട്ട്, നോക്കാനൊന്നും ആളില്ലാതെ കൊണ്ടാണ് പ്രശ്നം. എന്നെ നോക്കാനും ആരുമില്ല, പറപ്പ് നോക്കാനും ആരുമില്ല. ഇതുണ്ട് ചന്ദനം ഉണങ്ങിപ്പോയല്ലേ. എന്നിട്ടാന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ കൊണ്ടൊക്കെ ഒരു പുഷ് കുത്തി. ഞാൻ എണ്ണയെടുത്ത് അടിച്ചു നോക്കി. എണ്ണയെടുത്തടിച്ച് നോക്കുമ്പോൾ അത് ഉണങ്ങിപ്പോയി. അത് ചന്ദനമാണ് താഴെ. ഇത് ഞാൻ നേരെ ഇവിടെ ഒരു ചന്ദനം ഉണ്ടായിരുന്നു. അത് ചന്ദനം കിട്ടാത്ത അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്തു, കുഴിച്ചങ്ങ് മൂടി. കുഴിച്ച് മൂടിക്കഴിഞ്ഞാൽ അതെല്ലാം വേരാവും. വേരിനാണ് ഇതിന് കാതലുണ്ടാവുക. വേര് തടിക്കണം. തടി തന്നെ വേരിലേക്ക് പോകണം. വേണ്ട ഒരതള്, രണ്ടതള്. ഇടിയൊരു തിരി ഉണ്ടായിരുന്നു. ആ തിരി ശരിക്കും തീർത്തിട്ടില്ല.
ഉപയോഗിക്കണം. ഇഞ്ചത് ഇത് വേറൊരു അതാണ്. 1 2 ഇതെല്ലാം അതാണ്. ചുവപ്പ് ചന്ദനം ഇതെല്ലാം വള്ളി കയറിയെല്ലാം. ഇത് ചുവപ്പ് ചന്ദനം. ഇതിപ്പോൾ ഏകദേശം ടൈറ്റായത്. ഇത് ചുവപ്പ് ചന്ദനം. ഇതിനിങ്ങനെ കുത്താൻ നിർത്തി എനിക്ക് അനുഭവമായി. ആ വലിയ ചന്ദനം ഞാൻ കാണിച്ചു തരാം. 15 കൊല്ലം മുന്നേ ഉള്ള ചന്ദനം. ഇത് ഒന്നും ചെയ്യാൻ പാടില്ല. അത് നട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി അനക്കാൻ പാടില്ല. അനക്കി കഴിഞ്ഞാൽ അത് ഇടങ്ങാറാവും. പൈസ കുറേ ഇറക്കി പറമ്പത്ത്. അറിയില്ല, ഇല്ലാണ്ടൊന്നും വിജയിക്കൂല. അല്ല, നട്ടും ഇത് ഒന്നും വിജയിക്കൂല എന്നല്ല. ശല്യം ചെയ്യണ്ട. അയ്യോ, പ്രാന്തന്മാർ, ക്ഷേത്രപ്രാന്തന്മാരെ കൊണ്ട് ഭയങ്കര ശല്യം. ഇവിടെ എല്ലാം ഉണ്ട്. ചന്ദനം നട്ടകാലം ചന്ദനം. അത് ചന്ദനമാണ്. അവിടെ കണ്ട ഒരു പ്ലാവ്, ചെറിയ പ്ലാവ് നല്ല ചക്കയാണ്, അടിപൊളി ചക്ക. അത് അടുത്ത് ഇതാ എൻ്റെ അടുത്ത്. ഇത് നല്ല കിടിലം ചക്കയാണ്. ചക്ക നല്ല ഭരിക്ക ചക്കയാണ്. ബാധിക്കും. പെണ്ണ് വന്ന് നോക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഉള്ളത്. മറ്റേ ഇത് കണ്ടില്ലേ, മറ്റേ ഊതമരം. 1 2 3 വരെയുള്ളൂ, അല്ലെങ്കിൽ 3 4 വരെയുള്ളൂ. കുറേ ഊതമരം ഞാൻ കുറേ കൊണ്ടുവന്നില്ല, പക്ഷേ എല്ലാം പോയി. ചന്ദനം കണ്ടത് ഇതെല്ലാം ചന്ദനം, ചുവപ്പ് ചന്ദനം. നല്ല തിരി മുട്ടിയ പോലെ ഒരു ജാതി. അതെന്തിട്ടാണ് നാട്ടെ ഇത് ഇവിടുന്ന് മുറിച്ച് കളഞ്ഞത്. മുറിച്ചിട്ടാണ് തേക്കുന്നത്. അതിട്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിപ്പോയി. ഇത് ഞാൻ കൊണ്ടുവന്ന വാട് കൂട്ടിട്ട് ചാണം ഇട്ടിട്ട് ഇത് കുയിൽ നടുപ്പം തന്നെ ചാണം ഇട്ട് വെച്ച്. ഇതെല്ലാം ഉണ്ടല്ലോ. ഒരു 10 40 പിന്നെ ചുവന്ന ചന്ദനം കൊണ്ടുവന്നു. അപ്പോൾ വേണ്ട മുറി കൂട്ടി. അതിൻ്റെ കായ് വീണല്ലടാ. കായ്